യുദ്ധകാലത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് ഏത് രാജ്യത്തെ സംബന്ധിച്ചും വളരെ പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇന്ത്യ രാജ്യത്തും ഉണ്ടായിരുന്ന കീഴ്വഴക്കം അത് തന്നെയാണ് ഈ കഴിഞ്ഞ കാലം വരെ. പുൽവാമയിൽ ഈ പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി തീവ്രവാദികൾ നമ്മുടെ 44 CRPF ജവാന്മാരെ കൊലപ്പെടുത്തിയപ്പോഴാണ് ആദ്യമായിട്ട് അതിനൊരു മാറ്റമുണ്ടായത്. ഇത് ഇന്ത്യയുടെ ഭാഗത്ത് വലിയ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായതുകൊണ്ടാണ് എന്ന്. അതിൽ സർക്കാർ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല എന്നുള്ള ആരോപണം ചില പ്രതിപക്ഷ കക്ഷികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് ഉയർത്തി. അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ ഇന്ത്യ ബാലാക്കോട്ടിൽ പ്രത്യാക്രമണം നടത്തിയപ്പോൾ ആദ്യം അതിനെ പിന്തുണച്ച കോൺഗ്രസ് പാർട്ടി, പ്രത്യേകിച്ച് അവരുടെ പരമോന്നത നേതാവ് രാഹുൽ ഗാന്ധി, അടുത്ത ദിവസം ഇതിൽ സംശയം പ്രകടിപ്പിച്ചു, തെളിവ് ചോദിച്ചു. ഇതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സൈന്യം ഒരു സ്ഥലത്ത് പ്രത്യാക്രമണം നടത്തിയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുക എന്നുള്ളതാണ് നാട്ടുകാർക്ക്. അതുകൂടാതെ അഭിനന്ദൻ വർദ്ധമാൻ എന്ന ഒരു വൈമാനികനെ പാകിസ്ഥാൻ തടവിലാക്കി. എവിടെ അഭിനന്ദൻ? അയാളെ വിട്ടുതരണം എന്നാവശ്യപ്പെട്ടു. മൂന്നാം ദിവസം ഈ അഭിനന്ദൻ വർദ്ധമാൻ തിരിച്ചു വന്നപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പിന്നെ ഒന്നും പറയാനില്ലാത്ത അവസ്ഥ. പഹൽഗാമിൽ ആക്രമണം ഉണ്ടായപ്പോൾ കോൺഗ്രസ്സുകാർ ഇത് തന്നെ ആവർത്തിച്ചു. അപ്പോൾ പാകിസ്ഥാൻ്റെ ആക്രമണം അല്ലെങ്കിൽ തീവ്രവാദികളുടെ ഈ ഗുണ്ടായുസത്തിനുപരിയായിട്ട് സർക്കാരിൻ്റെ സെക്യൂരിറ്റി ലാബ്സിനെ കുറ്റപ്പെടുത്തുന്ന നിരുത്തരവാദപരമായ പ്രവൃത്തിയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള ആളുകൾ ഈ ആരോപണം ഉന്നയിച്ചു. എന്തുകൊണ്ടാണ് ഇന്ത്യ തിരിച്ചടിക്കാൻ വൈകുന്നത് എന്നുള്ളതായിരുന്നു വേറൊരു ചോദ്യം. തിരിച്ചടിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു, രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു, സൈനിക മേധാവികൾ പറഞ്ഞു. ഇത് മാവുമ്മ കയറി മാങ്ങ പറിക്കുന്ന പോലെ അല്ലല്ലോ പ്രത്യാക്രമണം നടത്തുന്നത്. അതിന് മറ്റു പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും. അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന സമയത്ത് ഇന്ന മുഹൂർത്തത്തിൽ ആക്രമണം നടത്തുന്നത് നമ്മൾ നേരത്തെ അറിയിച്ചിട്ടാണെങ്കിൽ അതനുസരിച്ച് തയ്യാറായിരിക്കാം. ഏതായാലും കൃത്യം 15-ാം ദിവസം ഇന്ത്യ തിരിച്ചടിക്കും. ഇത്തവണ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ കൂട്ടത്തിൽ തെളിവുകൾ പുറത്തു രാഹുൽ ഗാന്ധി വിശ്വസിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം സമ്മതിക്കില്ല. തെളിവ് കാണാതെ പുള്ളി ഒന്നും വിശ്വസിക്കില്ല. പുള്ളി ഒരു ഡൗട്ടിങ് തോമസ് ആണ്. ഏതായാലും തെളിവ് കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി വിശ്വസിച്ചു. പിന്നീട് അത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഡ്രോൺ വഴിക്കുള്ള പ്രത്യാക്രമണം ഉണ്ടാവും. ഇന്ത്യ തിരിച്ചടിക്കും. ആ തിരിച്ചടിയുടെ ദൃശ്യങ്ങളും ഈ സമീപ ദിവസം പുറത്തുവിട്ടു.